ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നല്ല പവർഫുൾ വണ്ടി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വാഹനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2014 മോഡൽ ഫോക്സ് വാഗൻ്റെ വെൻഡോ ആണ്. അപ്പോൾ ഈ വെൻഡോയുടെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഇത് കറക്റ്റ് കമ്പനി സർവീസും അതുകൂടാതെ തന്നെ മേജർ സർവീസൊക്കെ ചെയ്ത് ഇപ്പോൾ റെഡിയാക്കിയിട്ടേക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വണ്ടി സുഖമായിട്ട് തന്നെ ഓടിച്ചുകൊണ്ടേക്കാം. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, സിംഗിൾ ഓണർ വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനം, അതേപോലെ തന്നെ 96,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തേക്കുന്നത്. ഡീസൽ തന്നെയാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്കാണ് പോകാനൊക്കെ മുമ്പ് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കണം, എൻ്റെ ഈ ചാനലിൽ കൂടി ഈ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് സമയത്ത് എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വാഹനങ്ങൾ ഞാൻ ഇടും, നിങ്ങൾ കാണുമ്പോഴേക്കും ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞു അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു എൻ്റെ കണ്ടിട്ട് തിരിച്ചു വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2014 മോഡൽ ഫോക്സ് വാഗൺ വെൻഡോ. അപ്പോൾ വെൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പോളോൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിട്ടാണ് നമ്മൾ വെൻഡോനെ കാണുന്നത്. ഏകദേശം എല്ലാ ലുക്സും കാര്യങ്ങളൊക്കെ പോളോൻ്റെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു വാഹനം 2014 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. പിന്നെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ 1498 cc 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് വരുന്നത്. കൂടാതെ തന്നെ എഞ്ചിൻ ടൈപ്പ് TDI ആണ്. ഇനി നമുക്കിതിൻ്റെ പവറും കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ മാക്സിമം പവർ 103 bhp 4400 RPM ജനറേറ്റ് ചെയ്യും. മാക്സിമം ടോർക്ക് വരുന്നത് 250 Nm 1500 RPM ജനറേറ്റ് ചെയ്യുന്നതാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ ARAA അപ്രൂവ്ഡ് മൈലേജ് 20.34 km/L ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. യാതൊരു രീതിയിലുള്ള ചെറിയൊരു ഡെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ഈ വാഹനം. നമുക്കിതിൻ്റെ എൻജിൻ ഭാഗങ്ങളെ കാണാം. അതിന് മുമ്പ് നമുക്ക് ടയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ടയർ ഇവിടെ 80% ടയേഴ്സ് ഉണ്ട്. കൂടാതെ ഫോക്സ് വാഗൺ തന്നെ അലോയ് വീൽസൊക്കെ നമുക്ക് കാണാം. ബോണറ്റും അതിൽ ബമ്പറായിട്ടുള്ള സീറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ യൂസ് ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സ് നോക്കാം. ടയേഴ്സ് ആയാലും ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ട ആ സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ വാഹനമാണ്. അത് ഞാൻ എടുത്ത് പറയുന്നത് സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരുന്നത് ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. റിയർ ഭാഗത്ത് ടയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടയറും ആ ഫ്രണ്ടിൽ കണ്ട ആ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. റിയർ ഭാഗത്ത് നമുക്ക് ഡിഫോക്കർ കാര്യങ്ങളൊക്കെ കൂടെ കാണാം. അതുകൂടാതെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ TDIയുടെ ബാഡ്ജിങ്ങും അതുകൂടാതെ തന്നെ ഫോക്സ് വാഗണിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ 4 ഡോർ പവർ വിൻഡോസിൻ്റെ ആ ഒരു ബട്ടൺസ് കാണാം. അതുകൂടാതെ തന്നെ സീറ്റൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെ യാതൊരു രീതിയിൽ ചെറിയ അഴുക്ക് പോലും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങളിൽ കാണാറുള്ള ആ ഒരു തനതായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പോയേക്കണം. ഇവിടെ നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ആ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ സീറ്റ്സ് ഞാൻ കുറച്ച് ക്ലോസ് ലുക്ക് വരാം കണ്ടോ. അതിൻ്റെ ആ ഒരു ലെതർ ഫിനിഷ് ആയാലും അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ആയാലും റിയർ ഭാഗത്ത് ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലും ഒരു ഭംഗി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലക്ഷറി ഫീൽ നമുക്ക് ഈ വാഹനത്തിൽ കയറി അല്ലെങ്കിൽ ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബ്രോഡായിട്ടുള്ളൊരു ആംറസ്റ്റും കൂടി വരുന്നുണ്ട്. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂഫാണ് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ഞാൻ പയ്യാന്ന് എക്സിറ്റ് അടിച്ചിട്ട് നമുക്കിതിൻ്റെ റിയർ പാസഞ്ചർ സൈഡ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോർ ക്ലോസ് ചെയ്തിട്ട് ബാക്ക് സൈഡിലെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. അതിമനോഹരമായിട്ടുള്ള റിയർ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ്. റിയർ AC വെൻറ്റ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ തന്നെ ആംറസ്റ്റ്, നല്ല ബ്രോഡായിട്ടുള്ള ആംറസ്റ്റും കൂടെ കാണാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ്സ് നിങ്ങൾക്ക് കൂടെ കാണാം. വളരെ വൃത്തിയായിട്ട് നമുക്ക് ഒരു രാജകീയമായിട്ടുള്ള യാത്രയൊക്കെ നടത്താൻ പറ്റിയ വാഹനം തന്നെയാണ് ഈ ഒരു ഫോക്സ് വാഗണിൻ്റെ ഈ ഒരു വെൻഡോ. ഇനി നമുക്ക് ഞാൻ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നു. കിലോമീറ്റേഴ്സും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ക്ലോസ് വ്യൂ തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കിലോമീറ്റേഴ്സ് 97,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ എൻജിൻ ഭാഗം, കൂടാതെ തന്നെ ബൂട്ട് സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊന്ന് നോക്കാം.
വളരെ വൃത്തിയുള്ള ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആംഗിളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ആ ഒരു വ്യൂ തരുന്നുണ്ട്. ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ലിഡിൻ്റെയും അതുകൂടാതെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കിനി പതിയെ ഇതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് കീയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കയ്യിലുള്ള നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്യാവുന്നുള്ളൂ ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ. അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ സർവീസ് ടയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളോട് ഞാൻ കാണിച്ചു തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചേക്കണ ആ ഒരു ക്യാബിൻ നിങ്ങൾക്ക് കൂടെ കാണാം. കൂടാതെ നല്ലൊരു മാറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹുഡും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ചളക്കോ അല്ലെങ്കിൽ ഡെൻറ്റ് പാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷം. നമുക്ക് ഇനി ഇതിൻ്റെ വിലഭാഗം സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ട ഫോക്സ്വാഗൻ്റെ വെൻഡോ 2014 മോഡൽ ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വെർഷനാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകണം. അതിനൊക്കെ മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വാഹനമുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പാർക്ക് ആൻഡ് സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോ താഴത്തെ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, ലോൺ വേണമെങ്കിൽ ലോണും ഇവിടുന്ന് തന്നെ അറേഞ്ച് തരുന്നുണ്ട്. ഇതൊരു സിംഗിൾ ഓണർ വാഹനമാണ്. 96,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം കവർ ചെയ്തേക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പനി സർവീസും അതുകൂടാതെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കണം. എനിക്കൊരു ഇൻസ്റ്റാ പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ 2 പേജിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ രണ്ടും ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് 5.90 lakhs ആണ്. 5,90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നെഗോഷിയേറ്റ് എൻ്റെ അടുത്ത് ചെയ്തിട്ട് കാര്യമില്ല, റേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നമ്പറിൽ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കണം. എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ കേരളം മൊത്തം ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. Ta-da.